ഓഹരി വിപണിയിൽ മുന്നേറ്റം. BSE സെൻസെക്സ് 1200-ലധികം പോയിന്റ് മുന്നേറി. നിഫ്റ്റി 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിനും മുകളിലാണ്. ഏഷ്യൻ വിപണിയിലെ മുന്നേറ്റവും എണ്ണവില ബാരലിന് $100 താഴെ എത്തിയതും വിപണിയിൽ പ്രതിഫലിച്ചു. ഇന്ത്യ മുഖ്യമായി ആശ്രയിക്കുന്ന ബ്രെന്റ് ക്രൂഡിന്റെ വില ബാരലിന് $95 താഴെയെത്തി. ഡോളറിനെതിരെ രൂപയുടെ മൂല്യവും ഉയർന്നു. 20 പൈസയുടെ നേട്ടത്തോടെ 93.15 എന്ന നിലയിലേക്കാണ് രൂപയുടെ മൂല്യം. അതേസമയം തുടർച്ചയായ രണ്ടാം ദിവസവും ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയാണ് എണ്ണ വിപണിയിൽ പ്രതിഫലിച്ചത്. ഹോർമുസ് കടലിടുക്ക് അടച്ചതിനെ തുടർന്ന് തടസ്സപ്പെട്ട മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ വിതരണം പുനഃസ്ഥാപിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ. $105 കടന്ന് കുതിച്ചിരുന്ന എണ്ണവിലയാണ് ഒറ്റയടിക്ക് $100 താഴെയെത്തിയത്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം ഇപ്പോഴും ഭാഗികമായി മാത്രമേ നടക്കുന്നുള്ളൂ. ഇറാനിയൻ തുറമുഖങ്ങളിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം എണ്ണ നീക്കത്തെ ബാധിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.